നമ്മുടെ ചർച്ചയിലുള്ള പല കാര്യങ്ങളും ഈ ചോദ്യത്തിൽ അത് വന്നു. വ്യായാമം എന്ന് പറഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്തു. ഇപ്പോൾ എറോബിക് എന്ത് വ്യായാമം ചെയ്തു, എത്ര നേരമെന്ന് നമ്മൾ ഇനി നമ്മൾ ഒരു ദിവസം വ്യായാമം ചെയ്ത് തുടങ്ങുന്ന, ആദ്യമായിട്ട് ചെയ്ത് തുടങ്ങുന്ന ആൾ ഇപ്പോൾ ഒരു ദിവസം ഇതുവരെ ചെയ്തിട്ടില്ല, 60 വയസ്സായ ഒരു വ്യക്തി, ബിപിയും ഷുഗറും ഒക്കെ ഉള്ളൊരു വ്യക്തി, ദിവസം രാവിലെ അങ്ങ് പോയി അരമണിക്കൂർ അങ്ങ് സ്പീഡിൽ നടന്നോ അല്ല പിന്നെ സൈക്ലിങ്ങോ സ്കിപ്പിങ്ങോ ചെയ്യാമെന്നുള്ളൊരു ധാരണ തെറ്റാണ്. ആദ്യം ആ വ്യക്തി ചെയ്യേണ്ടത്, നമ്മൾ ഏത് കാര്യം നമുക്ക് വളരെ സ്ലോ ആയിട്ടായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. 5 മിനിറ്റ് നടക്കുക, 2 ദിവസം 5 മിനിറ്റ് നടക്കുക, അടുത്തൊരു 3 ദിവസം 10 മിനിറ്റ് ആക്കുക, അടുത്ത ആഴ്ച 15 മിനിറ്റ്, വളരെ പതുക്കെ അത് കൂട്ടിക്കൊണ്ടുവരിക. ഇനി അരമണിക്കൂർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ ആ ചെയ്യുന്ന സമയം നമുക്ക് ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം. അതിനൊരു വാമപ്പ് അല്ലെങ്കിൽ കൂൾ ഡൗൺ പീരീഡ് ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ വന്ന് സ്കിപ്പിംഗ് ചെയ്യുന്നതെന്ന് വെച്ചോളൂ, വന്നുടനെ സ്കിപ്പിംഗ് ചെയ്യുക. 5 മിനിറ്റ് നമുക്ക് ചെറിയ എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ നടന്ന് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന്, നമ്മുടെ ലങ്സിന്, നമ്മുടെ അവയവങ്ങളെ നമ്മൾ ആ ചെയ്യാൻ പോകുന്ന എക്സസൈസുമായിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്യുക. അതിനെ നമ്മൾ വാമപ്പ് എന്ന് പറയും. അപ്പോൾ 5 മിനിറ്റ് ചെയ്യുക, അടുത്ത ഒരു 20-25 മിനിറ്റ് നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. ചെയ്ത ഉടനെ അങ്ങ് നിർത്തിയിട്ട് നേരെ അങ്ങ് വണ്ടി എടുത്ത് പോവുകയോ തിരിച്ചു പോവുകയോ ചെയ്യുകയല്ല വേണ്ടത്. അതിനുശേഷം കൂൾ ഡൗൺ ചെയ്യുക. കാരണം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഹാർട്ട് ബീറ്റ് കൂടും, നമ്മൾ അവയവങ്ങൾക്ക് അതിൻ്റേതായ വ്യത്യാസം വരും. അവരെ നമ്മളെ തിരിച്ച് പഴയ സ്റ്റേജിലോട്ട് കൊണ്ടുവരണം. അതിന് ചെയ്യേണ്ടത് വീണ്ടും ചെറിയ എക്സസൈസും ചെറുതായിട്ടൊന്ന് നടന്ന് ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്ത് പതുക്കെ 5 മിനിറ്റ് കൊണ്ട് കൂൾ ഡൗൺ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ആ എക്സസൈസിന് ഒരു കംപ്ലീഷൻ വരും. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാൻ വെച്ചാൽ പലരും അത് മിസ് ചെയ്യുന്നതാണ്. പ്രമേഹ രോഗി നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഈ ഗ്രൗണ്ടിലായിരിക്കാം അല്ലെങ്കിൽ പലപ്പോഴായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം കണ്ടുവരുന്നത് പ്രമേഹ രോഗിക്ക് പാദത്തിൽ പലർക്കും ഈ ന്യൂറോപ്പതിയും അല്ലെങ്കിൽ എന്തോ പറയുന്ന ഇഷ്യമ പോലുള്ള കാലിൽ രക്തയോട്ടം കുറവുള്ള പ്രമേഹ രോഗികളുണ്ട്. അവർക്കൊക്കെ ചിലപ്പോൾ കാലിൽ മുറിവ് വന്നാലോ അല്ലെങ്കിൽ മുറിവ് പഴുത്താൽ പോലും ചിലപ്പോൾ ആ സെൻസേഷൻ നഷ്ടപ്പെടുന്ന കാരണം അറിയണമെന്നില്ല. അത് ഒരുപാട് പ്രശ്നങ്ങൾ വരാം. ഈവൻ ഞാൻ പറയുന്ന പാദം മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ വരെ പ്രമേഹ രോഗികൾക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എക്സസൈസ് ചെയ്യുമ്പോൾ വളരെ ഫിറ്റായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഷൂസ്, കറക്റ്റായിട്ടുള്ളൊരു സോക്സ്, തീരെ ടൈറ്റല്ല തീരെ ലൂസല്ല, അങ്ങനെയുള്ളൊരു ഷൂസും സോക്സും നിർബന്ധമായിട്ട് ധരിച്ചിരിക്കണം. ഒരിക്കലും പിന്നെ പാദരക്ഷ ഇല്ലാതെ, അല്ലെങ്കിൽ സ്ലിപ്പേഴ്സ്, നമ്മുടെ ബാത്റൂം സ്ലിപ്പർ ഉണ്ടല്ലോ, ആ സ്ലിപ്പറിട്ട് നടന്ന സ്പീഡിൽ നടക്കുമ്പോൾ ആ സ്ലിപ്പർ ഒന്ന് ചെറുതായിട്ട് ചരിഞ്ഞു പോകും. അപ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ആണി കൊള്ളുന്നു അല്ലെങ്കിൽ കല്ല് കൊള്ളുന്നു, അതുപോലും നമുക്ക് പ്രശ്നമാവാം. വളരെ ശ്രദ്ധിക്കുക. ഇപ്പോൾ വ്യായാമം ചെയ്തില്ലെങ്കിൽ പോലും പ്രമേഹ രോഗി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി വരെ പാദരക്ഷ നിർബന്ധമാണ്. പക്ഷേ വ്യായാമം ചെയ്യുമ്പോൾ കറക്റ്റ് പ്രൊട്ടക്റ്റീവായിട്ടുള്ള എല്ലാ പാദം മൊത്തം കവേർഡ് ആയിട്ടുള്ള, തീരെ ടൈറ്റ് അല്ലാത്ത തീരെ ലൂസ് അല്ലാത്ത നല്ലൊരു പിന്നെ പാദരക്ഷയും കൂടി ഇതിൽ ഉപയോഗിക്കേണ്ടി വരും. അടുത്ത ഭക്ഷണക്രമത്തിലേക്ക് വന്നാൽ വ്യായാമം കഴിഞ്ഞു ഭക്ഷണം. അപ്പം ഞാൻ പറഞ്ഞു, വ്യായാമം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത നമ്മുടെ ജീവിതശൈലിയിലുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം ഭക്ഷണ നിയന്ത്രണമാണ്. അപ്പം നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങി നമുക്ക് മണിക്കൂറുകളോളം പറയേണ്ടി വരും. അത് നമുക്ക് സാധ്യമല്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രമേഹ രോഗി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം പ്രമേഹ രോഗി രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം ചെയ്യേണ്ടത് ഒരു ചായയോ കോഫിയോ, നമുക്ക് എല്ലാവരുടെയും, ഞാൻ ഉൾപ്പെടെ ഉള്ളവരുടെ ശീലമാണ്, നമ്മുടെ മലയാളികളുടെ പ്രത്യേകിച്ച്. പക്ഷേ അതിലുപരി ഒരു വ്യക്തി അല്ലെങ്കിൽ എല്ലാ വ്യക്തികളും ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് സാധാരണ എന്ത് വെള്ളമാണോ കുടിക്കുന്നത് അതൊരു ഗ്ലാസ് വെള്ളം കുടിച്ച് തുടങ്ങുന്നതായിരിക്കാം ഒരു ദിവസത്തിൽ ഏറ്റവും നല്ലത്. പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ്. മെഡി ടൈമിലേക്ക് സ്വാഗതം. ഹലോ 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 ചാത്തന്നൂരിൽ നിന്ന് വിളിക്കുവാണ്. ഡോക്ടർ സംസാരിച്ചോളൂ. ചാത്തന്നൂരിൽ നിന്ന് വിളിക്കുവാണ്. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. ടിവിയുടെ വോളിയം കുറച്ച് വെക്കൂ. ഹലോ, പറഞ്ഞോളൂ മാഡം, പറഞ്ഞോളൂ. എന്റെ ഹസ്ബൻഡിന് 94 ഷുഗർ ഉണ്ട്. ഓക്കെ. പക്ഷെ ഉച്ച സമയമാകുമ്പോ ഭയങ്കര ക്ഷീണവും ഭയങ്കര ഇതുമാണ്. ആഹാരം കഴിക്കുമ്പോൾ മാത്രം അത് കുറയുന്നുണ്ട്. ഓക്കെ. ആഹാരം കഴിക്കുന്നത് വരെയും ഭയങ്കര ക്ഷീണമാണ്. ഒരു 12 മണിയാകുമ്പോഴാണ് അത് ആഹാരം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ ചോദിച്ചത് പറയുന്നത് തോന്നുന്നു അത് ഷുഗർ കുറയുന്നതാണെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിനെന്ത് ചെയ്യാനാ? അല്ല, മാഡത്തിന്റെ ഹസ്ബൻഡ് ഡയബറ്റിക് പേഷ്യന്റ് ആണോ? ഡയബറ്റിക് ഒന്നും ഇല്ല. അപ്പൊ ഇതുവരെ ബ്ലഡ് ഷുഗർ ഒന്നും കൂടിയിട്ടില്ല? അല്ലല്ല. എത്ര വയസ്സുണ്ട് അദ്ദേഹത്തിന്? ഇല്ല, 94 വന്നിട്ടുള്ളൂ. അല്ലല്ല, ഞാൻ ചോദിച്ചത് മാഡത്തിന്റെ 36 വയസ്സുണ്ടല്ലേ. മറ്റെന്തെങ്കിലും പ്രശ്നത്തിന് എന്തെങ്കിലും ഔഷധങ്ങൾ കഴിക്കുന്ന വ്യക്തിയാണോ? എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ? മാഡം, താങ്കളുടെ ഹസ്ബൻഡ് വേറെ ഏതെങ്കിലും രോഗത്തിനായിട്ട് എന്തെങ്കിലും മെഡിസിൻസ്? ഫൈൻ, വെരി ഗുഡ്. ഓക്കെ സാർ. മാഡം അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. മാഡത്തിന്റെ ഹസ്ബൻഡിന് വന്നിരിക്കുന്ന ഒരു പ്രശ്നം, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? മാഡത്തിന് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ?
ഓക്കെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് മേഡത്തിൻ്റെ ഹസ്ബൻഡിന് വന്നിരിക്കുക ഇത് പ്രശ്നമെന്ന് പറയുന്നത് പേടിക്കേണ്ട ഒരു പ്രശ്നങ്ങളില്ല. 94 കാണുന്നതെന്ന് പറയുന്നത് അത് തീരെ ബ്ലഡ് ഷുഗർ കുറഞ്ഞൊരു വാല്യൂ ഒന്നും അല്ല. നമുക്കത് നോർമലായിട്ട് തന്നെ കണക്കാക്കാം. പക്ഷേ അത് നമുക്ക് ഈ രക്തത്തിൽ ഹസ്ബൻഡ് വരുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഇടയ്ക്കിടയ്ക്ക് കുറയുന്ന ഹൈപ്പോഗ്ലൈസീമിയ എന്നൊരു ഫിനോമിനനാണ്. അപ്പോൾ അത് തീരെ കുറയുന്ന അവസരത്തിലാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകെ നമുക്ക് അതെന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കേണ്ടി വരും. നമുക്ക് പാങ്ക്രിയാസിൻ്റെ ഫങ്ഷൻസ് നോക്കേണ്ട, നമുക്കതിലെ മറ്റ് ചില ഇപ്പം ഇൻസുലിനോ അല്ലെങ്കിൽ വേറെ ഒരു അതിനെപ്പറ്റി നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട വലിയ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനെപ്പറ്റി വിടുക. കാരണം 94 എന്ന് പറയുന്ന വാല്യൂ തീരെ ഒരു അപകടകാരിയായ വാല്യൂ ഒന്നുമല്ല, ഒരു പ്രശ്നമല്ല. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് വ്യായാമം, നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആഹാര ക്രമീകരണമാണ്. അതിൽ അപ്പോൾ താങ്കളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ആഹാരം കഴിക്കുന്ന സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കാൻ പറയുക. ഇപ്പോൾ ദിവസം ഇപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് രാത്രി എന്നതിന് പകരം ഇപ്പോൾ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ 11 മണിക്ക് എന്തെങ്കിലും കഴിക്കാൻ പറയുക. ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 3:30-4 മണിക്ക് എന്തെങ്കിലും കഴിക്കാൻ പറയുക. വൈകുന്നേരം 6 മണിക്ക് ഒരു ഫ്രൂട്ട് കഴിക്കാൻ പറയുക. രാത്രി അതായത് 3 നേരം എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്ത് 6 നേരമായിട്ട് കഴിക്കാൻ പറയുക. അതുകൊണ്ട് ഇത് പേടിക്കത്തക്ക ഒരു പ്രശ്നമില്ല. അതിൻ്റെ കൂടെ വ്യായാമം ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഹസ്ബൻഡിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷുഗർ തീരെ കുറഞ്ഞു പോകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരിക്കലും ഷുഗർ വരില്ല എന്ന് ധരിച്ചു കളയരുത്. ഭാവിയിൽ ഡയബറ്റീസ് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സസൈസ് നമ്മുടെ കൂടെ 75. അപ്പോൾ അത് വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എക്സസൈസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ടിന് ഈ ഡയറ്റ് ഒന്ന് മോഡിഫൈ ചെയ്യുക. നല്ലൊരു അടുത്തുള്ള ഡയറ്റീഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഡയറ്റീഷ്യൻ അഡ്വൈസ് ചെയ്ത് തരും. ഡയറ്റ് മോഡിഫൈ ചെയ്ത് 3 നേരം എന്നുള്ളത് 6 നേരമായിട്ട് സ്പ്ലിറ്റ് മീൽസ് നമുക്ക് ഈ ഭക്ഷണം ഒന്ന് അതനുസരിച്ച് ക്രമീകരിക്കുക. ഓക്കെ നമ്മൾ ഭക്ഷണത്തെ പറ്റി പറഞ്ഞു. രാവിലെ എഴുന്നേറ്റ് നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ നോക്കുമ്പോഴും എൻ്റെ രോഗികൾക്ക് ഏറ്റവും പ്രയോജനം വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് എത്രത്തോളം നേരത്തെ കഴിക്കാൻ പറ്റും അത്രത്തോളം നേരത്തെ ആക്കുക. പലപ്പോഴും നമ്മൾ ഇവിടുത്തെ ഒരു ശീലമാണ് രാവിലെ 9-9:30 അല്ലെങ്കിൽ അവർ നമ്മുടെ സൗകര്യം. പക്ഷേ ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഒരു പഞ്ചസാരയുടെ ടീ കുടിക്കാം. അതോ ഇത് ഞാൻ പ്രമേഹ രോഗികൾക്കാണെങ്കിൽ പഞ്ചസാരയിട്ട ടീ രാവിലെ എഴുന്നേൽക്കുമ്പോഴെന്നല്ല ഒരു നേരം കുടിക്കാൻ കഴിയില്ല. പഞ്ചസാര എന്ന് പറയുന്നത് നമുക്കൊരു ഇപ്പോൾ പ്രമേഹ രോഗി അല്ലാത്തൊരു വ്യക്തിക്കാണെങ്കിൽ നമുക്ക് അഡ്വൈസബിളാണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന രാവിലെ ഇപ്പോൾ ഒരു ഗ്ലാസ് നമ്മൾ അത് എന്ത് വെള്ളം ആയിക്കോട്ടെ, നമ്മൾ സാധാരണ ചൂടുവെള്ളം ആവാം, ജീരകവെള്ളം, എന്താണോ ഒരു വെള്ളം കുടിക്കുക ആ വെള്ളം. അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കഴിവത് 7 മണിക്ക് മുമ്പ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഏറ്റവും ഐഡിയലായിരിക്കും. അതിനുശേഷം സൗകര്യപൂർവ്വം 8:30-9 മണിക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഒരു കാരണവശാലും പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് പഞ്ചസാര ഉപയോഗിച്ച് കഴിക്കാം. അത് കഴിഞ്ഞ് അടുത്ത ശ്രദ്ധിക്കേണ്ടത് 11 മണിക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞാണ് ഈ ഇദ്ദേഹത്തിൻ്റെ മറുപടിയായിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് ഭക്ഷിക്കുക. ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്കുള്ള ഒരു ബ്രഞ്ച് എന്നുള്ള കോൺസെപ്റ്റ് പോലെ ചെറുതായിട്ട്. അപ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വെജിറ്റബിൾ സൂപ്പ് ആവാം, വെജിറ്റബിൾ വെച്ചുള്ള, അല്ലെങ്കിൽ സാലഡ്സ് ആവാം, നമ്മൾ വെള്ളരിയും അതൊക്കെ കഴിഞ്ഞ് സാലഡ്സ് ആവാം, അല്ലെങ്കിൽ മുളപ്പിച്ച പയർ കഴിക്കാം, അല്ലെങ്കിൽ നട്ട്സ്, ഫ്രഷ് നട്ട്സ്, ഇപ്പോൾ കാഷ്യൂസോ ബദാമോ. ഒരിക്കലും റോസ്റ്റഡ് അല്ല. റോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മധുരവും ഉപ്പും പുളിയും എരിയും ഉണ്ട്, അതല്ല. ഫ്രഷ് ആയിട്ടുള്ള നട്ട്സ് ആവാം. അല്ലെങ്കിൽ എന്തുവാണ് രാവിലെ ഇപ്പോൾ ഇഡ്ഡലി കഴിച്ചു, അതിൽ ഒരു ഇഡ്ഡലി ഇപ്പോൾ രാവിലെ ദിവസം 4 ഇഡ്ഡലി കഴിക്കുന്ന ആൾക്ക് രാവിലെ 2 ഇഡ്ഡലി 1 ഇഡ്ഡലി നമുക്ക് 11 മണിക്ക് കഴിക്കാം. അങ്ങനെ ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് 1 മണി കഴിവതും ലഞ്ച് നേരത്തെ ആക്കുക. പരമാവധി ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ നിർബന്ധമുള്ളവർ ലഞ്ചിൻ്റെ കൂടെ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നത്. നോൺ വെജിറ്റേറിയൻ ശ്രദ്ധിക്കുക, നമുക്ക് മീൻ കറിയും ചിക്കൻ കറിയോ ആയിരിക്കും നമുക്കൊരു പ്രമേഹ രോഗിക്ക് അഡ്വൈസബിളായിട്ട്. ഒരിക്കലും മട്ടൺ, ബീഫ്, പോർക്ക് ഒരു കാരണവശാലും റെഡ് മീറ്റ് നമുക്ക് സാധ്യമല്ല. ഇത് രണ്ടും കഴിക്കാം. പിന്നെ വീണ്ടും അടുത്തൊരു 3-3:30-4 മണിക്ക് മുമ്പ് എന്തെങ്കിലും കഴിച്ചാൽ ഒരിക്കലും 2 നേരം ആഹാരത്തിനിടയ്ക്കുള്ള ഗ്യാപ്പ് 3 മണിക്കൂറിൽ കൂടാനേ പാടില്ല. ഞാൻ പറഞ്ഞ 1 മണിക്ക് ആഹാരം കഴിച്ചാൽ 4 മണിക്ക് മുമ്പ് എന്തെങ്കിലും കഴിച്ചിരിക്കണം ഒരു പ്രമേഹ രോഗി, നിർബന്ധമാണ്. ആ 4 മണിക്ക് നമ്മൾ ഈ 11 മണിക്ക് കഴിച്ച കാര്യങ്ങൾ തന്നെ കഴിക്കാം. നട്ട്സ് കഴിക്കാം, അല്ലെങ്കിൽ ഇത് കഴിക്കാം, അല്ലെങ്കിൽ ഓട്സ് കഴിക്കാം. ഓട്സ് ഡൈലൂട്ടഡ് മിൽക്കിൽ ഓട്സ് കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ രാവിലത്തെ ചെറിയ ഇത് കഴിക്കാം, അല്ലെങ്കിൽ സാലഡ് കഴിക്കാം, വെജിറ്റബിൾ സൂപ്പ് കുടിക്കാം, അല്ലെങ്കിൽ ഈവൻ ലൈം ജ്യൂസ്, ബട്ടർ മിൽക്ക് ലൈം ജ്യൂസ്, അതൊന്നും ഉപ്പോ അതൊന്നും ഇടാതെ അത് കുടിക്കുക, നാരങ്ങ വെള്ളം കുടിക്കുക, അതൊക്കെ നമുക്ക് കുടിക്കാവുന്ന. ഒരു 5:30-6 മണിയാകുമ്പോൾ പ്രമേഹ രോഗിക്ക് ഒരു ഫ്രൂട്ട് കഴിക്കാം, ഒരു പഴവർഗ്ഗം കഴിക്കാം. പല പ്രമേഹ രോഗികളുടെ ധാരണ ഫ്രൂട്ട്സ് കഴിക്കാനേ പാടില്ല എന്നുള്ളത്. അങ്ങനെ ഒരു സംശയം, ഈ ഫ്രൂട്ടിനകത്തുള്ള ഷുഗർ എല്ലാത്തിനും ഇപ്പോൾ ഷുഗർ ഉണ്ട്. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാൽ അതിനകത്ത് സ്റ്റാർച്ച്, അതിനകത്ത് അതും ഷുഗർ ആ ഇക്വലൻ്റ് ആയിട്ട് കൺവേർട്ടഡ് ആകും. രാവിലെ എന്ത് കഴിച്ചാലും ഇതാവും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കുറച്ച്, അപ്പം നമുക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് ഷുഗർ അല്ലെങ്കിൽ ഷുഗർ ആവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഉദാഹരണത്തിന് ആപ്പിൾ അല്ലെങ്കിൽ പപ്പയ, അല്ലെങ്കിൽ പേരയ്ക്ക, നെല്ലിക്ക പോലുള്ള ഫ്രൂട്ട്സ് നല്ലതായിരിക്കും, ഐഡിയലായിരിക്കും. ഇപ്പം ഞാൻ ആധികാരികമായിട്ട് ഇതിനെപ്പറ്റി ഒരു ഡയറ്റീഷ്യനാണ് പറയേണ്ടത്, എന്നാൽ പോലും ഇപ്പോൾ അല്ലെങ്കിൽ ചക്ക, മാങ്ങ,
അല്ലെങ്കിൽ ഗ്രേപ്സ്, പൈനാപ്പിൾ, ഇതൊക്കെ ഷുഗർ കൂട്ടാൻ സാധ്യത. ക്യാരറ്റ് കോൺട്രവേഴ്സിലാണ്, അതും കൂട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കൂടാൻ സാധ്യത ഉള്ള നമുക്ക് ഫ്രൂട്ട്സിൽ വരുന്നതാണ്. അപ്പം ശ്രദ്ധിക്കുക, ആപ്പിൾ, പപ്പയ, പേരയ്ക്ക, നെല്ലിക്ക തുടങ്ങിയവയൊക്കെ സേഫായിട്ട്. അപ്പോൾ അത് 6 മണിക്ക് ഇപ്പോൾ ഒരു ആപ്പിൾ ദിവസം കഴിക്കാമെങ്കിൽ, ഇപ്പോൾ ദിവസം ഒരു ആപ്പിൾ കഴിച്ചുള്ള വേറൊരു പ്രശ്നമാണ്, ആപ്പിളൊക്കെ സേഫാണ്, പക്ഷേ നമ്മൾ പേഴ്സിൻ്റെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഏകദേശം 200 രൂപയായെന്ന് തോന്നുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ഡിന്നർ എത്രത്തോളം നേരത്തെ കഴിക്കാൻ പറ്റും, വീണ്ടും ഒരു 7 മണി, 7:15, 7:30 ഡിന്നർ കഴിക്കുക. എന്നിട്ട് ഡിന്നർ കഴിച്ച് ശ്രദ്ധിക്കുക, ഏറ്റവും ഒരു മിനിമം 3 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇട്ട് മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ. ഇപ്പോൾ ഡിന്നർ ഇപ്പോൾ 7 മണിക്ക് കഴിക്കുകയാണെങ്കിൽ 10 മണിക്ക് മുമ്പ് ഉറങ്ങുന്നത് ഒട്ടും സേഫ് അല്ല. അത് ഒട്ടും മീൻസ് അത് നമ്മളെ ശരീരത്തിലെ ഈ ഡൈജഷൻ്റെയും ഇതിൻ്റെ കംപ്ലീറ്റ് ഇതിന് വേണ്ടി ഏറ്റവും നല്ലത് ആ ഒരു 3 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുന്നത്. കിടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ രാത്രി ഇൻസുലിൻ എടുക്കുന്ന ആളാണ്, ചിലപ്പോൾ രാത്രി ഷുഗർ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കിടക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഈവൻ 1/2 ഗ്ലാസ് പാലോ അല്ലെങ്കിൽ ഓട്സോ, ഈവൻ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ചെറിയ ഒരു പഴമെന്ന് പറയുന്ന ചെറിയ പഴത്തിൻ്റെ പകുതി പഴമൊക്കെ കഴിക്കുന്നത് ഇപ്പം കിടക്കുന്നതിന് മുമ്പ് വലിയ പ്രശ്നമില്ല. പഞ്ചസാര ഇതൊക്കെ ഞാൻ പറയുന്ന ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്തിട്ട് മാത്രം. ബ്ലഡ് ഷുഗർ 400-500 ഉള്ള ഒരാൾ രാത്രി ഒരു പഴവും കൂടി കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി കോംപ്ലിക്കേഷനാകും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഭക്ഷണ നിയന്ത്രണം എന്ന് പറയുന്ന പ്രമേഹ രോഗത്തിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള മറ്റൊരു ഘടകമാണ്. ഇനി ഭക്ഷണം, എനിക്ക് നമ്മൾ അതും കൂടി 1-2 സെൻറ്റൻസും കൂടി അതൊന്ന് പറയാം. ഭക്ഷണ നിയന്ത്രണം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഭക്ഷണം നമുക്ക് കഴിവതും നമുക്ക് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അടുത്ത ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒരു സംശയമുണ്ടോ? ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. വളരെ നല്ലതാണ്, വളരെ നല്ല. പ്രമേഹ രോഗി എന്ന് മാത്രമല്ല, ഏതൊരു വ്യക്തിയും ധാരാളം വെള്ളം കുടിക്കുന്നത്, നമുക്ക് പ്രത്യേകിച്ച് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മൾ ഈ ക്ലൈമറ്റിൽ വെള്ളം കുടിക്കാതിരിക്കുന്ന അത്യന്തം ഡേഞ്ചറസാണ്. ഒന്ന്, പ്രമേഹ രോഗികൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ വെള്ളം കുടിക്കാതിരിക്കുന്ന രോഗികൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് യൂറിനറി ഇൻഫെക്ഷൻ, അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കും. ഈ കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യത. അപ്പോൾ ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ വരും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രമേഹ രോഗി പ്രമേഹം വൃക്കകളെ ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയുന്നു, ഇപ്പോൾ GFR അല്ലെങ്കിൽ ഇപ്പോൾ ക്രിയാറ്റിൻ പോലുള്ള വാല്യൂസ് കൂടുതലുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് നമുക്ക് വെള്ളം കുടിക്കുന്നതിന് നമുക്ക് നിയന്ത്രണമുണ്ട്. അത് ആ ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്ത് ആ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മൂത്രത്തിൻ്റെ യൂറിൻ ഔട്ട്പുട്ട് അനുസരിച്ചായിരിക്കും നമ്മൾ ആ വെള്ളം കുടിക്കേണ്ടതിൻ്റെ അളവ് പറഞ്ഞു കൊടുക്കുന്നത്. അത്തരം വ്യക്തികൾ മാത്രം ശ്രദ്ധിക്കുക. ബാക്കി എല്ലാ വ്യക്തികൾക്കും വെള്ളം ഇഷ്ടം പോലെ കുടിക്കാം. വെള്ളം ഒരു പ്രശ്നമില്ല. നമ്മുടെ ഏത് വെള്ളമാണോ നമ്മൾ കുടിക്കുന്നത് അത് ഇഷ്ടം പോലെ കുടിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പുകവലിയും മദ്യപാനം വളരെ ഒരു ഡയബറ്റീസ് പോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് റിലേറ്റഡ് ആണ്. ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പുകവലി അത്യന്തം ഡേഞ്ചറസ് ആണ്. മദ്യപാനം ഡേഞ്ചറാണ്, പക്ഷെ അതിലുപരി പുകവലി വളരെ ഡേഞ്ചർ. അപ്പോൾ പുകവലിക്കുന്ന ഒരു വ്യക്തി നമ്മൾ എന്ത് ഔഷധങ്ങൾ കഴിച്ചുകൊണ്ടും പ്രയോജനമില്ല. ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയുന്നത്, നിങ്ങൾ പുക വലിച്ചേ നിർബന്ധമുണ്ട്, നിങ്ങൾക്ക് പുക വലിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന മരുന്നങ്ങ് നിർത്തുക. ആ പൈസയും കൂടി കൊടുത്ത് നിങ്ങൾ നല്ല സിഗരറ്റ് വാങ്ങിച്ച് വലിക്കുക, അതെങ്കിലും നടക്കും. മറ്റേത് നമ്മളൊരു കുറഞ്ഞ സിഗരറ്റും വാങ്ങിച്ച് വലിച്ച് വെറുതെ മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. കാരണം അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാം ആ വ്യക്തിക്ക് വരും. മറ്റൊന്ന് സ്ട്രെസ്സാണ്. നമുക്ക് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശ്നമാണ് യങ് ജനറേഷന്. അവരുടെ ജോലി സംബന്ധമായിട്ടും ഫാമിലി, അവരുടെ മാരേജ് സംബന്ധമായിട്ടൊക്കെ എല്ലാവർക്കും സ്ട്രെസ്സാണ്. ഈ പറയുന്ന നമുക്കുൾപ്പെടെ സ്ട്രെസ്സാണ്. അപ്പോൾ ഈ സ്ട്രെസ്സും ഡയബറ്റീസുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡാണ്. അപ്പം വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെക്കാൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള വ്യക്തികളാണ് ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇല്ലാത്ത ആ പ്രശ്നങ്ങളെ പുറകെ പോയി വലിയ പ്രശ്നങ്ങൾ വരുത്തുന്നതിനേക്കാളും നമ്മൾ റിലാക്സ് ചെയ്യുക, വർക്ക് ചെയ്യുക. മിനിമം ഒരു 6 മുതൽ 7 മണിക്കൂർ നമുക്ക് ഉറങ്ങാൻ ശ്രമിക്കുക. നമ്മളെ കുടുംബാംഗങ്ങളോടൊപ്പം നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുക, അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുക. ഈ ആഹാരത്തിൻ്റെ പറയുമ്പോൾ ഒരു കാര്യം പറയുന്നത്, നമ്മൾ സാവധാനം ചവച്ച് കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്. അതോടൊപ്പം ഫാമിലി മെമ്പേഴ്സുമായിട്ടിരുന്ന് കഴിക്കുമ്പോൾ അതിൽ അതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ അവരുമായിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കഴിക്കുമ്പോൾ കാരണം ആ പ്രമേഹ രോഗിയുടെ മൈൻഡിൽ ഒരുപാട് വ്യത്യാസം വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു കാര്യം കൂടെ, ഹെറിഡിറ്ററി അതെ, പ്രമേഹ രോഗം പല തരത്തിലുണ്ട്. അതിൽ ടൈപ്പ് 1, ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. ടൈപ്പ് 1 എന്ന് പറയുന്ന കുട്ടികളിൽ മാത്രം വരുന്നൊരു പ്രമേഹ രോഗമാണ്. 5% താഴെ മാത്രം വരുന്ന പ്രമേഹ രോഗം. അത് ഹെറിഡിറ്ററി ഫാക്ടറോ ജീവിതശൈലിയുമായിട്ടുള്ള അങ്ങനെ അഭേദ്യമായ ബന്ധമുള്ള, അങ്ങനെ കൂടുതൽ ബന്ധമുള്ളതല്ല. പക്ഷേ ടൈപ്പ് 2 നമ്മൾ ഈ കാണുന്ന 95% അല്ലെങ്കിൽ നമ്മൾ ഈ വിളിക്കുന്ന എല്ലാ പ്രേക്ഷകരും ടൈപ്പ് 2 വിഭാഗത്തിൽപ്പെടുന്നത്. അവരെല്ലാം നമ്മുടെ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന പ്രമേഹ രോഗം. അവർക്ക് ഈ പറയുന്ന ടൈപ്പ് 2ഉം
ഹെറിഡിറ്ററി ഫാക്ടർ, നമ്മൾ ഈ അതായത് മാതാവിനും പിതാവിനോ അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരുവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും ഒരാൾക്കാണ് ഉണ്ടെങ്കിൽ തന്നെ അത് 50% സാധ്യതയുണ്ട്. ഇപ്പോൾ 2 പേര് അച്ഛനും അമ്മയും ഡയബറ്റിക് ആണ്, നേരത്തെ ഒരു ഏജിന് മുമ്പേ ഡയബറ്റിക് ആണെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇവന് 80%, നമ്മുടെ മലയാളികളുടെ ഇടയിലാണ് 90% വരെ സാധ്യതയുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, ആ സാധ്യത ഒരിക്കൽ അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ആണ് കുട്ടികൾക്ക് എന്തായാലും വരുമെന്നല്ല. ആ കുട്ടികൾക്ക് വണ്ണം കൂടുതൽ വേണം, അല്ലെങ്കിൽ വയറുണ്ടായിരിക്കണം, അവർക്ക് സ്ട്രെസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പുകവലി, അല്ലെങ്കിൽ BP, ഇങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്കാണ് വരുന്നത്. ഇതൊന്നും ഇല്ലാതെ ഇപ്പോൾ നമ്മളൊരു തെറ്റായ ഒരു സന്ദേശമാകരുത്. ഇപ്പോൾ പ്രേക്ഷകർ അയ്യോ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ട്, നാളെ എനിക്ക് എന്തായാലും വരുമെന്നല്ല. പക്ഷേ ആ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ വെയിറ്റ് നിലനിർത്തുക, നമ്മളെ വയറിൻ്റെ കുറച്ചുകൂടി കരുതിയിരിക്കുക, ഇടയ്ക്ക് ഷുഗർ ഒന്ന് നോക്കുക, എക്സസൈസും ഡയറ്റും നമ്മൾ ചെറുപ്പകാലം തൊട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. ഡോക്ടർ, എന്തായാലും നമ്മൾ ഇന്ന് പിന്നെ ഇൻസുലിനെ പറ്റിയോ മരുന്നുകളെ പറ്റിയോ ഒന്നിനെ പറ്റിയും പറഞ്ഞില്ല. ഇതൊരു ജീവിതശൈലി രോഗമായതുകൊണ്ട് ഭക്ഷണവും വ്യായാമമാണ് പറഞ്ഞത്. പ്രേക്ഷകർക്ക് എന്തായാലും ഒത്തിരിയും കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ തീരുകയാണ്. മെഡിടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതി അറിയിക്കേണ്ട വിലാസം: ടു ദി പ്രൊഡ്യൂസർ, മെഡിടൈം, ACV സ്റ്റുഡിയോ കോംപ്ലക്സ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം 1. ഇമെയിൽ meditime@asianetindia.com. അടുത്ത ആഴ്ച വീണ്ടും നന്ദി, നമസ്കാരം.